ഓം ശാന്തി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ രസകരമായിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ ഈ സ്വപ്നം കണ്ടു, ആ സ്വപ്നം കണ്ടു, അതിൻ്റെ അർത്ഥം പറഞ്ഞു തരുമോ, ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ആദ്യമേ പറയട്ടെ, സാധാരണ ഞാൻ നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണെങ്കിലും പറഞ്ഞു തരികയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തത് അഥവാ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘടകങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിലും പറഞ്ഞു തരാറ്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട്, കാരണം എല്ലാ സ്വപ്നങ്ങളും എനിക്ക് കാണാനാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൈക്കോളജിസ്റ്റുകളുടെ, സൈക്കാട്രിസ്റ്റുകളുടെ, കുറച്ച് ജ്യോതിഷികളുടെ ഇതെല്ലാം പഠിച്ച ഒരാളെ അവരുടെ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ടു. എനിക്കതിൽ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ യാഥാർത്ഥ്യമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഈശ്വരന് സ്വപ്നം കാണുമ്പോൾ, അടുക്കള സ്വപ്നം കണ്ടാൽ, അതല്ലെങ്കിൽ സാഗരം സ്വപ്നം കണ്ട, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട സ്വപ്നങ്ങളുടെ ആധാരത്തിലൊക്കെ അത് വളരെ യാഥാർത്ഥ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ആനേനെ സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ പുലിയെ സ്വപ്നം കണ്ടാൽ, ഇങ്ങനെ പലതും ഞാൻ കണ്ട സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങളുടെ അനുഭവങ്ങളും അത് ഇവർ പറഞ്ഞ കാര്യമായിട്ട് എനിക്ക് നോക്കിയപ്പോൾ കുറേയേറെ സിമിലാരിറ്റി, സെയിം ആണ്, അത് ശരിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. സോ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം അങ്ങനെ ഒരു സ്റ്റഡിയുടെ ആധാരത്തിലാണ്. ഇതിന് ആ രീതിയിൽ വേണം നിങ്ങൾ കാണാൻ. സപ്പോസ് ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് അങ്ങനെ കണ്ടിങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കരുത്, കാരണം അതൊരു സ്റ്റഡിയാണ് ഞാൻ നിങ്ങൾക്കെന്ന് പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. പക്ഷേ എനിവേ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം സ്വപ്നങ്ങളുടെ അർത്ഥം, ഞാൻ ഓരോ സ്വപ്നം കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു തരാൻ കാരണം എനിക്ക് പലതും എൻ്റെ ലൈഫിൽ യാഥാർത്ഥ്യമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ബാക്കി പലതും ഞാൻ കാണാത്ത സ്വപ്നങ്ങളാണ്, കുറച്ച് ഞാൻ കണ്ടനുഭവിച്ച സ്വപ്നങ്ങളുമാണ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒന്നാമത്, സ്വപ്നം കാണുമ്പോൾ ഈശ്വരനെ സാക്ഷാത്കാരം കാണുക. സാക്ഷാത്കാരം കാണുകയല്ല, സ്വപ്നം കാണുക. ഞാൻ ഓർമ്മിക്കും, കുട്ടിക്കാലത്ത് ദേവിയെ സാക്ഷാത്കാരം കണ്ടിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തൊരു വട്ടപ്പിന്നി കാവുണ്ടായി. ആ കാവിൽ ദേവി വീട്ടിൽ വരുന്നതും എന്നെ വന്നിട്ട്, ഞാനന്ന് പനി പിടിച്ച് കിടക്കുകയാണ്. ഞാൻ ഓർമ്മിക്കുന്നത് 6ാം ക്ലാസ്സിലാണ് ഞാൻ ഓർക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വല്ലാതെ പനി പിടിച്ച് വിറച്ച് കിടക്കുന്ന സമയമാണ്. അന്ന് ശബരിമല സീസൺ കൂടിയാണ്. അമ്മ 3:30 എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ കിടക്കുമായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ അമ്മ കുളിച്ച് അടുക്കളയിൽ പോയ സമയത്ത് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടു ദേവി എൻ്റെ അടുത്ത് വന്നു. പിന്നെ നിങ്ങൾക്കറിയാം, ദേവി കോമരം വരുന്ന സമയത്ത് നമ്മളെ തുണി കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കും, അവരെ പട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യില്ലേ. അതേ രീതിയിൽ എൻ്റെ അടുത്ത് വരെയും ഞാൻ, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേദിവസം, നന്നായി പ്രാർത്ഥിച്ചോ മോളെ, ഈശ്വരൻ്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ വേഗം നിനക്ക് പനി മാറും, സ്കൂളിൽ പോവാം. എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ അമ്മ വന്നതിനോട് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കും, പ്രാർത്ഥിക്കുന്ന ദേവീനെ ശരിയാവുന്നു. ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഉറങ്ങിയിരുന്നു. പുലർച്ചെ ഒരു 3:30-4 മണിയാവാൻ നേരത്ത് ദേവി എൻ്റെ അടുത്ത് വന്നു. ദേവി വന്നു എന്ന് വെച്ചാൽ ഞാൻ ദേവിയുടെ രൂപത്തിലല്ല, ഞാൻ കാണുന്ന കോമരം എൻ്റെ അടുത്ത് ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ വന്ന് പറയെടുക്കുമ്പോൾ ആ കോമരം ഉണ്ടാവുന്നതും അവർ നമ്മളോട് സംസാരിക്കുന്നത് അതുപോലെയൊക്കെ തന്നെ ഞാൻ കണ്ടത്. പക്ഷേ ഇങ്ങനെ പട്ടുകൊണ്ട് എൻ്റെ മേലെ ഇങ്ങനെയൊക്കെ കാണിച്ചു, എന്നിട്ട് വാളുകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞെടുത്തു, എന്നിട്ട് പറഞ്ഞു നിൻ്റെ പനിയൊക്കെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉറക്കത്തിന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അടുത്ത് ഓടിപ്പോയി, അമ്മേ എൻ്റെ അടുത്ത് ദേവി വന്നു, എനിക്ക് പനിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് സ്കൂളിൽ പോകാനുള്ള ലഹരി കൊണ്ട് പറയാ, പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. ഞാൻ കിടന്നു, പക്ഷേ ഉറക്കം വന്നില്ല. അതിനുശേഷം എനിക്ക് പനി ഉണ്ടായില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈശ്വരനെ സ്വപ്നം കാണുമ്പോൾ അതിലെപ്പോഴും നല്ല റിസൾട്ട് എന്ന് ഇതിൽ പറയുന്നുണ്ട്. എനിക്കത് വളരെ സത്യമായിട്ട് എൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഇനിയും പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം പറയാനാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ കുട്ടിക്കാലത്തെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് പോലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആരാണോ ഈശ്വരനെ കാണുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ദേവത, ഈശ്വരൻ മീൻസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ദേവത, പ്രകാശത്തെ കാണുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കൃഷ്ണനെ കാണുന്നോ, രാമനെ കാണുന്നോ, ക്രൈസ്റ്റിനെ കാണുന്നോ, ആരെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടദേവതയുടെ സ്വപ്നം കാണുന്ന വെച്ചാൽ അർത്ഥം മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സിറ്റുവേഷനിലൂടെയാണോ, കഷ്ടപ്പാടിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ആ കഷ്ടപ്പാടിൻ്റെ അന്ത്യം വരുന്ന സമയമായിരിക്കുന്നു എന്നതിൻ്റെ പ്രൂഫാണ് നമ്മൾ അത്തരത്തിലുള്ളതായിട്ടുള്ള സ്വപ്നം കാണുന്നത്. പിന്നെ ചിലർ അടുക്കളയിൽ പാചകം ചെയ്യുന്നത്, അടുക്കളയിൽ സാധനങ്ങൾ വെക്കുന്നതൊക്കെ സ്വപ്നം കാണും. നല്ലതാണത്. ലൈഫിൻ്റെ ഉള്ളിൽ പ്രോഗ്രസ് അഥവാ പുരോഗതി വരാൻ പോകുന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അടഞ്ഞ വാതിൽ തീർച്ചയായിട്ടും നിങ്ങൾ സാഹചര്യങ്ങൾ കുറേ കൂടെ ശക്തമാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ വാതിൽ തുറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. തുറന്ന വാതിലിലൂടെ ഞാൻ കയറി എവിടേക്കോ പോകുന്നു സ്വപ്നം കാണുന്നുവെങ്കിൽ ഇറ്റ്സ് ഗുഡ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അനന്തമായ വിജയത്തിൻ്റെ ദിനങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കടൽ സ്വപ്നം കാണുകയാണെങ്കിൽ, കടൽ സ്വപ്നം കാണുന്നത് നല്ലതാണ്. സാഗരം എന്ന് പറയുന്നത് സമൃദ്ധിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ധനം സമീപ ഭാവിയിൽ വരും എന്നതിൻ്റെ സിമ്പിളായിട്ടാണ് കടൽ, അലയ്ക്കുന്ന കടലിൽ നമ്മൾ സ്വപ്നം കാണുന്നത്. ഒരു ഒഴുകുന്ന നദിയിലാണ് സ്വപ്നം കാണുന്നെങ്കിലും അതും ലൈഫിൽ പ്രോഗ്രസ് ആണെന്നും വളരെ ദൂരത്തല്ലാതെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് കാണിക്കുന്നത്. ഒരു കിണറ്റിലെ വെള്ളമാണെങ്കിൽ കുറച്ചധികം പരിശ്രമിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ധനവും വന്നു ചേരുന്നു പറയുകയാണ്. സപ്പോസ് നദിയിൽ കുളിക്കുന്നതാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ
കാണുന്നുണ്ടെങ്കിൽ ഈസ് വെരി വെരി ഗുഡ്. കാരണം നിങ്ങളുടെ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല നാളുകൾ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളതിൽ മുങ്ങാൻ പോവുകയാണ് എന്നതിൻ്റെ പ്രൂഫാണ്. അഥവാ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുകയാണെങ്കിലോ സംശയിക്കേണ്ട, അധികം വൈകാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫാണ് നമുക്ക് കാണുന്നത്. അതുപോലെ പലരും സ്വപ്നം കണ്ട് പേടിക്കാറുണ്ട്, ഞാൻ പാമ്പിനെ സ്വപ്നം കാണുന്നതാണ്. പാമ്പിനെ സ്വപ്നം കാണുന്നത് കറുത്ത പാമ്പിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ പേടിക്കേണ്ട, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ധനം, നിധി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫാണ് നിങ്ങൾ കറുത്ത പാമ്പിന് സ്വപ്നം കാണുന്നത്. പിന്നെ ഒരു കുടിലാണ് സ്വപ്നം കാണുന്നെങ്കിലോ, നമ്മുടെ മനസ്സൊന്ന് ചിന്തിച്ച് നോക്കി, ഒരു കുടിൽ എന്ന് പറയുമ്പോൾ അരക്ഷിതാവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തോ ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ കഷ്ടകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അരക്ഷിതാവസ്ഥയുടെ രൂപത്തിൽ റെക്കോർഡ് ആവുന്നുണ്ട്, ഉപബോധ മനസ്സിനുള്ളിക്കുന്നതിൻ്റെ പ്രൂഫാണ് നമ്മൾ കുടിലിനെ കാണുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ അർത്ഥത്തിന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരുന്നത്? ചില അർത്ഥം, ഒരു കുടിലിനെ ഞാൻ സ്വപ്നം കണ്ടു കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ അധോഗതിയാണെന്ന് വിചാരിക്കരുത്. അതിനല്ല ഇത് പറഞ്ഞു തന്നത്. മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുടെ പ്രഭാവം എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ അരക്ഷിതാവസ്ഥയുടെ രൂപത്തിൽ റെക്കോർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് അതിനെ അതിജീവിക്കത്തക്ക രീതിയിൽ എനിക്ക് ഉടനെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഹീൽ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ റെക്കോർഡായി പോകുന്ന ഇൻഫോർമേഷൻ എന്താണെങ്കിലും വളരെ വേഗം അതിനില്ലാതാക്കി പോസിറ്റീവ്ലി ചാർജ് ചെയ്ത് എൻ്റെ നല്ല നാളുകളെ വീണ്ടും ലൈഫിലേക്ക് കൊണ്ടുവരണം. അതിനൊരു ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് വന്നത് മാത്രമാണ് ആ സ്വപ്നം. ഇനിയും പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെ സ്വപ്നം കാണുന്നത് എന്തിനാണ്, പക്ഷികളെ സ്വപ്നം കാണുന്നത് എന്തിനാണ്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു ടോപ്പിക്ക്. നിങ്ങൾക്കിതിന് അനുബന്ധമായിട്ട് അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതണം. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വോയിസ് മെസ്സേജിൽ ചോദിക്കണം. നിങ്ങൾക്കെന്നും നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ സാധിക്കട്ടെ, ജീവിതത്തിൽ ധനവും സമ്പത്തും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.